കൊച്ചി ED ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റാഫി കരീം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റാഫി, ഇതൊരു സംഘർഷത്തിലേക്ക് കടക്കുകയാണോ ഈ ജലപീരങ്കി പ്രയോഗം? പ്രതിഷേധക്കാരെ അവരെ അവിടെ നിന്ന് മടക്കി അയക്കാനാണോ പ്രതിഷേധക്കാർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ? അല്പസമയം മുൻപ് വരെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ശക്തമായ ഉന്തും തള്ളുമായിരുന്നു. ഇതിനിടയിലാണ് പോലീസ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. 4 വട്ടമാണ് പോലീസ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ, കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. ചില കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. വനിതാ പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഒപ്പം തന്നെ ഈ പോലീസുമായുള്ള ഉന്തും തള്ളിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിരിക്കുകയാണ്. ഈ സമരത്തിൽ നിന്ന്, ഈ പോലീസിന്റെ ബാരിക്കേഡിന്റെ ഭാഗത്ത് നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇനി തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയെയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളാക്കിക്കൊണ്ട് ED കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെയായിരുന്നു രാജ്യവ്യാപകമായുള്ള ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കൊച്ചിയിലെ ED ഓഫീസിലേക്കും എറണാകുളം DCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടന്നത്. MLA TJ വിനോദാണ് ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തത്. ഈ പ്രതിഷേധ പ്രകടനമാണ് പോലീസും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളിൽ ഇപ്പോൾ കലാശിച്ചിരിക്കുന്നത്. ശരി, റാഫി കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കൊച്ചിയിലെ ED ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ചുണ്ടായത്. ആ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത്.